ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബിൾസ് വേദിയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാ. എന്ത് ബിരിയാണിയാണ്? ചിക്കൻ ബിരിയാണിയാണോ? അല്ല. മട്ടനാണോ? അല്ല. ബീഫാണോ? ബീഫിനെ ഏഴലകത്ത് കൂടി പോവില്ല. അപ്പോൾ കോക്കനട്ട് ബിരിയാണിയാണോ? കോക്കനട്ട് ബിരിയാണി. ഞാൻ എൻ്റെ വീട്ടില് കോക്കനട്ട് ബിരിയാണി ഇട്ടിട്ടുണ്ട് കേട്ടോ ചാനലിൽ. നല്ല അടിപൊളി ബിരിയാണിയാണ്. അപ്പം അത് കാണാത്തവർ അതൊന്ന് പോയിട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഉണ്ടാക്കി നോക്ക്. നല്ല അടിപൊളി ടേസ്റ്റാണ് കോക്കനട്ട് ബിരിയാണി, അതായത് തേങ്ങ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നല്ല ഞാൻ ഉണ്ടാക്കുന്നത്. ചെമ്മീൻ ബിരിയാണിയാണ്. ചെമ്മീൻ ബിരിയാണിയല്ല, അതായത് പ്ലെയിൻ ബിരിയാണി. പ്ലെയിൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മുടെ ഈ ബിരിയാണിയിൽ ഒരു സാധനവും ഇല്ല എന്ന് പറഞ്ഞാൽ ചിക്കനോ മട്ടനോ ബീഫോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നല്ല സൂപ്പറാണ്, ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അത് നിങ്ങൾ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ബിരിയാണി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. അപ്പോൾ ഞാൻ ബിരിയാണിക്ക് വേണ്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം, വരൂ. നമ്മുടെ പ്ലെയിൻ ബിരിയാണിക്കുള്ള സാധനങ്ങൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുതിന, മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി, 2 തക്കാളി, 2 സവാള, കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, 5-6 വെളുത്തുള്ളിയുടെ പീസ്, പിന്നെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, മല്ലിപ്പൊടി, ഉപ്പ്, മുളക് പൊടി. ഇത് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം, ഇത്ര വേണ്ടത് നമ്മൾ പൊടികൾ. പിന്നെ ജീരകശാല അരി വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണം, നെയ്യ് വേണം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ഭയങ്കര സ്മെല്ലും ഭയങ്കര ടേസ്റ്റുമാണ്. അതുപോലെ നെയ്യാണ് വേണ്ടത്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ പ്ലെയിൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ ഞാൻ ആ പൊടിയും എടുത്ത് വെച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക, അതൊക്കെ ഇല്ല, അതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കുക്കർ അടുപ്പത്ത് വെച്ച് അതിൽ 2 വലിയ സ്പൂണ് ഓയിലല്ല, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് സവാള ഇട്ടിട്ട് വഴറ്റാം നമുക്ക്. ഞാനിത് 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് നിങ്ങൾ കൂടുതൽ 4 ഗ്ലാസ്സാണ് ഉണ്ടാക്കണമെങ്കിൽ, റൈസാണ് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. നിങ്ങൾ എത്രയാണ് അരി എടുക്കണത് അതിനനുസരിച്ച് നിങ്ങളുടെ എരിവും ഇതൊക്കെ കൂട്ടിയിട്ട് കുറച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത്, അരച്ച് പേസ്റ്റല്ല, ചതച്ച് വെച്ചതാണ്. ചതച്ച് വെച്ചിട്ടിട്ട് നന്നായി വഴറ്റി അതിലത്തെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടി, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇത്ര സാധനങ്ങളാണ് ഇതിൽ കിട്ടുന്നത്. കുറച്ച് ഉപ്പ് ഞാൻ എടുക്കണുള്ളൂ. ഇപ്പോൾ അത് നമ്മൾ ഈ തക്കാളിയിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ആവശ്യത്തിന് നമ്മൾ അരി ഇടുമ്പോഴോ ഒക്കെ നമുക്കിതിൽ ചേർക്കാം ഉപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചാദ്യം ഉപ്പിട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച മസാലകളും ഇതിലിടണം. ആദ്യം ഇട്ട മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം ഈ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായി തീ കുറച്ച് വെക്കുക. വെള്ളം കാര്യങ്ങളൊന്നും ഇപ്പം ചേർക്കണ്ട. പിന്നെ പച്ചമുളക് ഞാൻ 3 എണ്ണമാണ് കീറിയിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പുതിന, ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. ഇനിയിപ്പോൾ മുളകും പൊടി കൂടുതൽ ഇഷ്ടമില്ലാത്തവർ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കോളുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നന്നായി വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഞാനിനി തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി ഒന്ന് വഴണ്ടതിന് ശേഷം ഇതിലുള്ള ഈർപ്പത്തിൽ തന്നെ നമ്മൾ മല്ലിയുടെയും പുതിനയുടെയൊക്കെ വെള്ളം ഉണ്ടാവില്ലേ, അതിൽ ഈർപ്പത്തിൽ തന്നെ ഇത് കിടന്നിട്ട് ഒന്ന് വാടണം. വെള്ളമൊന്നും ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണ്ട. ഇപ്പോൾ തൈരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതെടുത്തിട്ട് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഫസ്റ്റൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ സവാളയൊക്കെ ഇട്ട് വഴറ്റി, തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി, മസാലപ്പൊടി ഇട്ട് അങ്ങനെയല്ലേ. ഇതങ്ങനെയല്ല, ഏറ്റവും ലാസ്റ്റാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇങ്ങനെ വഴണ്ട് പേസ്റ്റ് രൂപത്തിലൊന്നും ആവണ്ട, അങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ നമ്മൾ ചീകി ഇട്ട പോലെ പേസ്റ്റ് ആവാണ്ട് എടുക്കണതാണ് ഇതിനൊരു ടേസ്റ്റ് കിട്ടണത്. പിന്നെ നമ്മൾ എത്രയാണോ അരി എടുക്കണം അതിനനുസരിച്ചിട്ട് വെള്ളം ഇവിടെ ചേർക്കണം. ഞാൻ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഒരു കപ്പിൽ അളവിടൽ എടുത്ത് വെച്ച കപ്പ് വെള്ളം ഞാനിത് ഒഴിച്ചു കൊടുത്ത്, പച്ചവെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്.
എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, നമ്മുടെ അരിക്ക് വേണ്ട ഉപ്പും ഒക്കെ ചേർത്ത് നന്നായി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ കാണിച്ചില്ല, ലാസ്റ്റ് കാണിച്ചപ്പോൾ. നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൈ ചെയ്ത് ഇടണ ഇഷ്ടമുള്ളവരെ അങ്ങനെ ഇടുക, അല്ലെങ്കിൽ ഇങ്ങനെ മുഴുവനായിട്ട് നമ്മൾ പച്ചയിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഞാൻ പച്ചയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ പച്ചയിൽ ഇടുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ അരി നന്നായിട്ട് വെള്ളം ഇവിടെ വെട്ടി തിളച്ച് വന്നപ്പം അരി കഴുകി വെച്ച അരി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പുണ്ടോ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്ത് നിങ്ങളുടെ റൈസ് എങ്ങനെ ക്രമീകരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇതിലിപ്പോൾ ഉപ്പിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. നന്നായി തിളച്ച് അങ്ങനെ വറ്റി തുടങ്ങില്ലേ, ഇതാ വറ്റി വെള്ളം, നമ്മൾ വെച്ച വെള്ളം വറ്റി റൈസ് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്, കണ്ടില്ലേ? വറ്റി വന്ന് ഇത് നന്നായി വെന്തിട്ടില്ല. ഇത് പകുതി വേവേ ആയിട്ടുള്ളൂ. ഇതിലെ വെള്ളം നന്നായി വറ്റണം, എല്ലാം ഡ്രൈ ആവണം കേട്ടോ. ഇപ്പം നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ ജലാംശം ഇങ്ങനെ കുറഞ്ഞ് വന്ന് കണ്ടില്ലേ? അത് ഞാൻ ഈ പാകമാകുമ്പോൾ നന്നായി ഡ്രൈ ആയിട്ട് ഇങ്ങനെ വരുന്ന പാകമാകുമ്പോൾ നമ്മളിതുപോലെ അമർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഷേപ്പാക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടും അതുപോലെ മല്ലിച്ചപ്പ്, പുതിന ഇട്ടിട്ട് നമ്മൾ ദമ്മിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൻ്റെ ഇത് വെച്ചിട്ട് അടച്ചാൽ മതി. അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് വിസിൽ ഊരാൻ്റെ തന്നെ വെക്കണം കേട്ടോ. തീ നന്നായിട്ട് ഈ സമയത്തൊക്കെ തീ നന്നായി കുറച്ച് വെക്കണേ. എന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ ഇതിൽ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട്, പുതിന ഇത്തിരി കൂടുതലിട്ട് നല്ല ഫ്ലേവർ ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. എന്നിട്ട് ഞാൻ കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ട് അടച്ച് വെക്കണം. ഇപ്പോഴെല്ലാം ഇട്ട് ഞാൻ ഇതുവരെ നെയ്യ് എന്ന് പറഞ്ഞ സാധനം ചേർത്തിട്ടില്ല. ഞാനത് ഏറ്റവും ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് ദമ്മൊക്കെ ഇത് ഒരു 2-3 മിനിറ്റ് വരെയാണ് നമ്മൾ ദമ്മിട്ടിട്ട് ഇതാക്കേണ്ടത്. തീ ഇങ്ങനെ കത്തുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, അങ്ങനത്തെ പരുവത്തിലാണ് നമ്മൾ ഇത് വെക്കേണ്ടത്. ഇപ്പം വെള്ളമൊക്കെ നന്നായി വറ്റി, നന്നായി റൈസ് പകുതി 3/4 വേവല്ല, ഇതിപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ദമ്മിട്ടയിലും. ഇപ്പം ഞാൻ 2 ചെറു സ്പൂണോളം നെയ്യ് ഇട്ടിട്ടുണ്ട്. നെയ്യ് ഇങ്ങനെ മെൽറ്റ് ആയിവനൊക്കെ ആ ചൂടിൽ കിടന്നിട്ട് ഇതാണ് നമ്മുടെ പാകം. അപ്പോൾ നമ്മൾക്ക് ബിരിയാണി എപ്പോൾ കഴിക്കുമ്പോഴും ഭയങ്കര മണവും കാര്യങ്ങളാണ്, നല്ല ടേസ്റ്റുമാണ്. മുന്നേ തന്നെ ഇടുന്നതിനെക്കാട്ടും നല്ല ലാസ്റ്റായിട്ട് ഇടുന്നതാണ്, നെയ്യിടുന്നതാണ് ഉപയോഗിക്കുന്നത് നല്ലത്. അപ്പോൾ ഇവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുഞ്ഞ് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് നമ്മൾ പ്ലെയിൻ ബിരിയാണി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പറാണ് സംഭവം. ഇതിലേക്കൊരു തക്കാളി കച്ചമ്പർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മതി, വയറ് നിറച്ചും കഴിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ബിരിയാണി.